നമസ്കാരം. ഏവർക്കും ഒരിക്കൽ കൂടി കാഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇസ്ലാം മതം എന്ന പുസ്തകത്തെക്കുറിച്ചാണ്. നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയ ഈ പുസ്തകം ഇതൊരു സാധാരണ മതഗ്രന്ഥം പോലെയല്ല. ഇതൊരു വാദമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു യുക്തിയുടെ ശൃംഖല. പ്രപഞ്ചത്തിന്റെ സ്വഭാവത്തിൽ തുടങ്ങി മനുഷ്യനിലൂടെ പ്രവാചകത്വത്തിലെത്തുന്ന ഒരു യാത്ര. ആ ഒരു ഒഴുക്കിനെ പിന്തുടരാനാണ് നമ്മൾ ഇന്ന് ശ്രമിക്കുന്നത്. അതെ, ആ യുക്തിയുടെ ശൃംഖല അതുതന്നെയാണ് ഈ പുസ്തകത്തിന്റെ കാതൽ. ഓരോ കണ്ണിയും അടുത്തതുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുമ്പോഴേ ഇതിലെ ആശയം പൂർണ്ണമാവൂ. നമുക്ക് ആ തുടക്കത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്തുകൊണ്ട് ഈ മതത്തിന് ഇസ്ലാം എന്നു പേര് വന്നു എന്ന ചോദ്യത്തിൽ നിന്ന്. തീർച്ചയായും എന്നെ ആദ്യം ആകർഷിച്ചതും അതുതന്നെയാണ്. കാരണം സാധാരണയായി മതങ്ങൾ ഒരു സ്ഥാപകന്റെയോ ഒരു ജനതയുടെയോ പേരിലല്ലേ അറിയപ്പെടുന്നത്. പക്ഷെ ഇസ്ലാം എന്നത് ഒരവസ്ഥയാണ്, ഒരു ഗുണത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? ഇസ്ലാം ഒരു അറബി വാക്കാണ്. അതിന് പ്രധാനമായിട്ട് രണ്ട് മൂലപദങ്ങളുണ്ട്. ഒന്ന് സിൽമ്, അതായത് കീഴടങ്ങൽ, സമർപ്പണം, അനുസരണം എന്നൊക്കെ പറയാം. രണ്ടാമത്തത് സൽമ്, അതിന്റെ അർത്ഥം സമാധാനമെന്നാണ്. സമാധാനം. അതെ, ഈ പുസ്തകം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥ സമാധാനം കിട്ടുന്നത് ദൈവത്തിനുള്ള പൂർണ്ണമായ സമർപ്പണത്തിലൂടെയാണ്. അപ്പോ ദൈവത്തിന് കീഴടങ്ങുക, അവനെ അനുസരിക്കുക, ഇതാണ് ഇസ്ലാം എന്നതിന്റെ കേന്ദ്ര ആശയം. ഓക്കെ, അപ്പോ കീഴടങ്ങൽ, അതാണ് അടിസ്ഥാനം. ഇവിടെയാണ് പുസ്തകത്തിലെ വാദം കുറച്ചുകൂടി വിശാലമായൊരു തലത്തിലേക്ക് പോകുന്നത്. ഇത് മനുഷ്യരിൽ മാത്രം ഒതുങ്ങുന്നില്ല, അല്ലേ? അല്ല, ഇതാണൊരു പക്ഷേ ഈ പുസ്തകത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ ആശയം. ഈ പ്രപഞ്ചത്തിലെ എല്ലാം, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, മരങ്ങൾ, ഇവയെല്ലാം ഒരു നിയമത്തിന് വിധേയമായാണ് പ്രവർത്തിക്കുന്നത്. ശരിയാണ്. സൂര്യൻ എപ്പോഴുദിക്കണം, കാറ്റെങ്ങനെ വീസണം എന്നൊന്നും അവയല്ല തീരുമാനിക്കുന്നത്. അവയെല്ലാം ഒരു ദൈവീക നിയമത്തിനു മുന്നിൽ പൂർണ്ണമായും സമർപ്പിക്കപ്പെട്ടവയാണ്. അതായത് ദൈവത്തിന് കീഴടങ്ങിയവയാണ്. അതെ. ഇത് വളരെ കൗതുകമുള്ളൊരു കാഴ്ചപ്പാടാണല്ലോ. അപ്പോൾ എന്റെ ശരീരം പോലും ഒരു മുസ്ലിം ആണെന്നാണോ പറയുന്നത്? എന്റെ ഹൃദയം മിടിക്കുന്നത് അതെന്റെ ഇഷ്ടപ്രകാരമല്ല. എന്റെ ദഹനപ്രക്രിയ അതെന്റെ നിയന്ത്രണത്തിലല്ല. അവയെല്ലാം പ്രകൃതി നിയമങ്ങൾക്ക്, അതായത് ഈ പുസ്തകത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവനിയമങ്ങൾക്ക് വിധേയമാണ്. കൃത്യമായി. അവിടെയാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു വൈരുദ്ധ്യം വരുന്നത്. നമ്മുടെ ശരീരം പൂർണ്ണമായും ദൈവത്തിന് കീഴടങ്ങിയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ അതേസമയം നമുക്ക് തിരഞ്ഞെടുക്കാനും നിഷേധിക്കാനും ഒരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. നമ്മുടെ മനസ്സിന്, നമ്മുടെ ഇച്ഛാശക്തിക്ക് ശ്രമിക്കുന്നത്. അപ്പോൾ ശരീരം പ്രകൃത്യാ ദൈവത്തെ അനുസരിക്കുന്നു, എന്നാൽ മനസ്സിന് അനുസരിക്കുകയോ അനുസരിക്കാതിരിക്കുകയോ ചെയ്യാം. ഈ തിരഞ്ഞെടുപ്പാണ് മനുഷ്യനെ മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. അപ്പോ വിശ്വസിക്കാത്ത ഒരാളെയോ പുസ്തകത്തിൽ അവരെ കാഫിർ എന്ന് പറയുന്നുണ്ടല്ലോ, ആ വാക്കിന് പലപ്പോഴും ഒരു നെഗറ്റീവ് അർത്ഥം വരാറുണ്ട്. പുസ്തകം അതിനെങ്ങനെയാണ് നിർവചിക്കുന്നത്? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പുസ്തകത്തിലെ കാഴ്ചപ്പാടിൽ കുഫുർ എന്ന വാക്കിന്റെ ശരിക്കുമുള്ള അർത്ഥം മറച്ചുവെക്കുക അല്ലെങ്കിൽ മൂടിവെക്കുക എന്നാണ്. മറച്ചുവെക്കുക. അതെ. വാദം ഇങ്ങനെയാണ്: ഓരോ മനുഷ്യനും ജനിക്കുന്നത് ദൈവത്തെ അംഗീകരിക്കുന്ന ഒരു അടിസ്ഥാന പ്രകൃതിയോടെയാണ്. അതിനെ ഫിത്ര എന്ന് പറയും. എന്നാൽ ചുറ്റുപാടുകൾ, സമൂഹം, ഇതിന്റെയൊക്കെ സ്വാധീനം കാരണം അവൻ ആ സത്യത്തെ മറച്ചുവെക്കുന്നു. ഓക്കേ. ഗ്രന്ഥകർത്താവ് ഇവിടെ ഒരു കർഷകന്റെ ഉദാഹരണം പറയുന്നുണ്ട്. കർഷകൻ വിത്ത് മണ്ണിലിട്ട് മറയ്ക്കുന്നത് പോലെയാണ് അവിശ്വാസി സത്യത്തെ മറച്ചുവെക്കുന്നത് എന്ന്. അപ്പോൾ അതൊരു വെറും അറിവില്ലായ്മയല്ല, മറിച്ച് സത്യത്തെ അറിഞ്ഞുകൊണ്ട് തന്നെ അതിനെ മൂടിവെക്കുന്ന ഒരു പ്രവൃത്തിയാണെന്നാണ് ഈ പുസ്തകം പറയുന്നത്. അതെ. അതുകൊണ്ട് തന്നെ ഇതൊരു നന്ദികേടാണെന്നും പുസ്തകം പറയുന്നുണ്ട്. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന വായു, വെള്ളം, വെളിച്ചം, നമ്മുടെ സ്വന്തം ശരീരം, ഇതെല്ലാം ദൈവത്തിന് കീഴടങ്ങി പ്രവർത്തിക്കുമ്പോൾ ആ ദൈവത്തെ തന്നെ നിഷേധിക്കുന്നത് ഒരുതരം വഞ്ചനയാണെന്നാണ് ഇതിലെ വാദം. ശരി. അപ്പോൾ കുഫർ എന്നത് സത്യത്തെ മറച്ചുവെക്കുന്ന അവസ്ഥയാണെങ്കിൽ അതിന്റെ വിപരീതം സത്യത്തെ അറിഞ്ഞ് അംഗീകരിക്കുക എന്നതായിരിക്കുമല്ലോ. അവിടേക്കാണ് പുസ്തകത്തിലെ ഈമാൻ എന്ന ആശയം വരുന്നതല്ലേ? അതെ. വെറുമൊരു വിശ്വാസം എന്നതിലുപരി ഇതിന് മറ്റു ചില തലങ്ങളുണ്ടെന്ന് പുസ്തകം പറയുന്നുണ്ട്. തീർച്ചയായും. സാധാരണ നമ്മൾ വിശ്വാസമെന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ പാരമ്പര്യമായി കിട്ടുന്നതാവാം, അല്ലെങ്കിൽ കണ്ണടച്ചുള്ള ഒന്നാവാം. എന്നാൽ ഈമാൻ എന്നതുകൊണ്ട് ഈ പുസ്തകം ഉദ്ദേശിക്കുന്നത് അതല്ല. അറിവിൽ നിന്നും ബോധ്യത്തിൽ നിന്നും ഉടലെടുക്കുന്ന ദൃഢമായ വിശ്വാസമാണ് ഈമാൻ. ചിന്തിച്ചും മനസ്സിലാക്കിയും എത്തുന്ന ഒന്ന്. അതെ. അപ്പോഴെന്താണ് അറിയേണ്ട കാര്യങ്ങൾ? വെറുതെ ദൈവമുണ്ട് എന്ന് വിശ്വസിച്ചാൽ മതിയോ? പോരാ.
ഈ പുസ്തകമനുസരിച്ച് ഈമാൻ പൂർണ്ണമാകണമെങ്കിൽ പ്രധാനമായും 3 കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവും ബോധ്യവും വേണം. ഓക്കെ. 1. ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട്, അവനാണ് ദൈവം. അവൻ ഏകനാണ്, അവന്റെ ഗുണവിശേഷണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചുള്ള അറിവ്. 2. ആ ദൈവം നമ്മിൽ നിന്ന് എന്ത് ജീവിതരീതിയാണ് ഇഷ്ടപ്പെടുന്നത്, എന്താണ് ശരി, എന്താണ് തെറ്റ് എന്നതിനെക്കുറിച്ചുള്ള അവന്റെ മാർഗനിർദ്ദേശങ്ങൾ. 3. ഈ ജീവിതം താൽക്കാലികമാണ്, മരണശേഷം മറ്റൊരു ജീവിതമുണ്ട്, ഈ ലോകത്തെ പ്രവൃത്തികൾക്ക് അവിടെ പ്രതിഫലം കിട്ടും എന്നതിനെക്കുറിച്ചുള്ള അറിവ്. ഈ 3 കാര്യങ്ങളിലും ഉറച്ച ബോധ്യം. അതെ, അതാണ് ഈമാൻ. ഈ വിശ്വാസത്തിന്റെയും അനുസരണത്തിന്റെയും അടിസ്ഥാനത്തിൽ മനുഷ്യരെ 4ആയിട്ട് തരംതിരിക്കുന്നത് കണ്ടു. അത് ഈ ആശയങ്ങളെ ഒന്നുകൂടി ഉറപ്പിക്കാൻ സഹായിക്കുന്നെന്ന് തോന്നുന്നു. അതെ, അതൊരു നല്ല വർഗീകരണമാണ്. 1ാമത്തെ വിഭാഗം യഥാർത്ഥ മുസ്ലിം. വിശ്വാസവും പ്രവൃത്തിയും ഒന്നിച്ചു പോകുന്നവർ. അതെ, ദൃഢമായ വിശ്വാസമുണ്ട്, അതനുസരിച്ച് പൂർണ്ണമായി ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. 2ാമത്തെ വിഭാഗം നിയമലംഘകനായ മുസ്ലിം, അതായത് ഫാസിഖ്. ഇവർക്ക് വിശ്വാസമുണ്ട്, പക്ഷേ പ്രവൃത്തിയിൽ വീഴ്ചകൾ വരുന്നു. ശരിയാണ്, ദൈവമുണ്ടെന്നും പരലോകമുണ്ടെന്നൊക്കെ അറിയാം, പക്ഷെ ചിലപ്പോൾ തെറ്റുകൾ ചെയ്തു പോകുന്നു. 3ാമത്തെ വിഭാഗമാണ് കപടവിശ്വാസി, മുനാഫിഖ്. ഇവർക്ക് യഥാർത്ഥത്തിൽ വിശ്വാസമില്ല, പക്ഷെ പുറമേ മുസ്ലിമായി അഭിനയിക്കുന്നു. അതെ, സാമൂഹികമായോ മറ്റോ ഉള്ള നേട്ടങ്ങൾക്കുവേണ്ടി മനസ്സിൽ കുഫ്റാണ്, പുറമേ ഇസ്ലാം. ഓക്കെ. 4ാമത്തെ വിഭാഗം അവിശ്വാസി, കാഫിർ. ഇവർക്ക് വിശ്വാസമോ അതിനനുസരിച്ചുള്ള അനുസരണയോ ഇല്ല. ഈ ആശയങ്ങളെ പൂർണ്ണമായും നിഷേധിക്കുന്നവർ. ഇതിൽ നിയമലംഘകനും കപടവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് വിശ്വാസമുണ്ടായിട്ടും വരുന്ന വീഴ്ചയാണ്, മറ്റേത് വിശ്വാസമില്ലായ്മ മറച്ചുവെക്കുന്നതാണ്. ശരി, ഒരു മിനിറ്റ്. ഇതൊരു വലിയ കാര്യമാണ് നിങ്ങൾ പറയുന്നത്. ദൈവത്തെക്കുറിച്ചും അവന്റെ ഇഷ്ടങ്ങളെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചുമൊക്കെ കൃത്യമായ അറിവ് വേണമെന്ന്. പക്ഷേ എന്റെ സ്വന്തം ചിന്തയും യുക്തിയും വെച്ച് എനിക്ക് ഈ അറിവ് നേടാൻ പറ്റില്ലേ? എന്തിനാണ് പുറത്തുനിന്നൊരു ഉറവിടം? ഇത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. പുസ്തകത്തിലെ വാദം ഇങ്ങനെയാണ്: ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവനെ ഇരുട്ടിൽ തപ്പാൻ വിട്ടില്ല. നമുക്ക് ഭൗതികമായ ആവശ്യങ്ങൾക്ക് പല ഉപകരണങ്ങളും തന്നിട്ടുണ്ട്. കാണാൻ കണ്ണ്, കേൾക്കാൻ കാത്, ചിന്തിക്കാൻ ബുദ്ധി. എന്നാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കും ബുദ്ധിക്കും പരിമിതികളുണ്ട്. നമ്മുടെ കണ്ണിന് ഒരു പരിധിക്കപ്പുറം കാണാൻ പറ്റില്ല. അതുപോലെ നമ്മുടെ ബുദ്ധിക്കും ദൈവത്തിന്റെ സത്ത, പരലോക ജീവിതം തുടങ്ങിയ കാര്യങ്ങൾ പൂർണ്ണമായി സ്വയം കണ്ടെത്താൻ കഴിയില്ല. അതായത് ഒരു മൊബൈൽ ഫോൺ എങ്ങനെ പ്രവർത്തിക്കണം എന്നതിന്റെ മാനുവൽ അതിന്റെ നിർമ്മാതാവിനാണ് അറിയുക. അതുപോലെ മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്ന് പറയാൻ അതിന്റെ സ്രഷ്ടാവിനാണ് കഴിയുക എന്നാണോ? അതെ, ആ ഒരു യുക്തിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നമുക്ക് ശരിയായ വഴി കാണിച്ചു തരാൻ ദൈവം തന്നെ ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ലൗകിക കാര്യങ്ങളിൽ പോലും വിദഗ്ധരെ ആശ്രയിക്കാറില്ലേ? അസുഖം വന്നാൽ ഡോക്ടറെ കാണും, വീട് വെക്കാൻ എഞ്ചിനീയറെ കാണും. അതുതന്നെ. അതുപോലെ ആത്മീയ കാര്യങ്ങളിലും ധാർമ്മികമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാനും ദൈവം ചില വിദഗ്ധരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവരാണ് പ്രവാചകന്മാർ. ഓക്കെ. അപ്പോൾ ഈ അറിവ് വരുന്നത് പ്രവാചകന്മാരിലൂടെയാണ്. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ. ചരിത്രത്തിൽ ഒരുപാട് പേർ ഞാൻ ദൈവത്തിന്റെ ദൂതനാണെന്ന് അവകാശപ്പെട്ടിട്ടുണ്ടാവാം. അവരിൽ നിന്നൊരു യഥാർത്ഥ പ്രവാചകനെ എങ്ങനെ തിരിച്ചറിയാം? തീർച്ചയായും, അതൊരു നിർണായകമായ ചോദ്യമാണ്. പുസ്തകം ചില വ്യക്തമായ അടയാളങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒന്നാമതായി, പ്രവാചകന്റെ വ്യക്തിജീവിതം. അദ്ദേഹം പ്രവാചകനാണെന്ന് അവകാശപ്പെടുന്നതിനു മുൻപും ശേഷവും ഒരു കളവ് പോലും പറഞ്ഞ ആളാവരുത്. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഒരു തെളിവായിരിക്കണം. അതെ, സത്യസന്ധതയുടെയും വിശ്വസ്തതയുടെയും ഒരു മാതൃകയായിരിക്കണം. രണ്ടാമതായി, അദ്ദേഹത്തിന്റെ വാക്കുകളും പ്രവൃത്തികളും തമ്മിൽ പൊരുത്തമുണ്ടായിരിക്കണം. പറയുന്ന കാര്യങ്ങൾ ആദ്യം സ്വന്തം ജീവിതത്തിൽ ചെയ്യുന്ന ആളായിരിക്കണം. മൂന്നാമത്, അദ്ദേഹത്തിന്റെ പ്രബോധനത്തിൽ വ്യക്തിപരമായ നേട്ടങ്ങളുണ്ടാകരുത്. പണമോ അധികാരമോ പ്രശസ്തിയോ ലക്ഷ്യം വയ്ക്കുന്ന ആളായിരിക്കരുത്. സ്വാർത്ഥതയുണ്ടാകരുത്. അവസാനമായി, അദ്ദേഹം പറയുന്ന ആശയങ്ങൾ യുക്തിഭദ്രവും മനുഷ്യപ്രകൃതിക്ക് യോജിച്ചതുമായിരിക്കണം. ഈ കാര്യങ്ങൾ നിഷ്പക്ഷമായി പരിശോധിക്കുന്ന ഒരാൾക്ക് സത്യം മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് വാദം. അതായത് ഒരു ഡോക്ടറുടെ അടുത്ത് പോകുമ്പോൾ നമ്മൾ അദ്ദേഹത്തിന്റെ യോഗ്യതയൊക്കെ നോക്കി ഒരു വിശ്വാസത്തിലെത്തുന്നത് പോലെ ഒരു പ്രവാചകന്റെ ജീവിതം പരിശോധിച്ച് അദ്ദേഹത്തിന്റെ സത്യസന്ധത ഉറപ്പുവരുത്താം എന്നാണ് പറയുന്നത്. അതെ, ആ വിശ്വാസം സ്ഥാപിച്ചു കഴിഞ്ഞാൽ
പിന്നെ അദ്ദേഹം പറയുന്ന ദൈവത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അതീതമാണെങ്കിൽ പോലും നമ്മൾ അംഗീകരിക്കണം. കാരണം ആ വ്യക്തി കളവ് പറയില്ലെന്ന് നമുക്ക് ബോധ്യമായി കഴിഞ്ഞു. അതെ, പുസ്തകത്തിൽ ആദ്യത്തെ മനുഷ്യനായ ആദമിൽ തുടങ്ങി പ്രവാചകന്മാരുടെ ഒരു നീണ്ട ശൃംഖലയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. അപ്പോ ഇതൊരു പുതിയ ആശയമല്ല, മനുഷ്യനുണ്ടായ കാലം മുതലുള്ള ഒന്നാണെന്നാണോ വാദം? അതെ, അതാണ് ഇതിലെ മറ്റൊരു പ്രധാന ആശയം. ആദം ആദ്യത്തെ മനുഷ്യൻ മാത്രമല്ല, ആദ്യത്തെ പ്രവാചകൻ കൂടിയായിരുന്നു എന്നാണ് ഈ പുസ്തകം പറയുന്നത്. അദ്ദേഹം തന്റെ മക്കളെ ഏകദേവ വിശ്വാസവും ശരിയായ ജീവിതരീതിയും പഠിപ്പിച്ചു. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ, തലമുറകൾ മാറിയപ്പോൾ ആളുകൾ ഈ അടിസ്ഥാന പാഠങ്ങൾ മറന്നുപോയി. അതിൽ പലതും കൂട്ടിച്ചേർത്തു. അവിടെയാണ് ബഹുദൈവാരാധന പോലുള്ള ആശയങ്ങൾ വരുന്നത്. പുസ്തകത്തിൽ ഇതിനെ ഷിർക്ക് എന്ന് പറയുന്നുണ്ടല്ലോ. അതെ, ഷിർക്ക് എന്നാൽ പങ്കുചേർക്കൽ എന്നാണ് അർത്ഥം. ദൈവത്തിന്റെ അധികാരത്തിലും ആരാധനയിലും മറ്റുള്ളവരെ പങ്കുചേർക്കുക. അത് പ്രകൃതി ദേവതകളെ ആരാധിക്കുന്ന രൂപത്തിലോ പൂർവികന്മാരെയോ പുണ്യാത്മാക്കളെയോ ആരാധിക്കുന്ന രൂപത്തിലോ ഒക്കെ ആകാം. മനുഷ്യർ ഇങ്ങനെ വഴിതെറ്റി പോകുമ്പോഴെല്ലാം അവരെ ഓർമ്മപ്പെടുത്താനും ശരിയായ വഴിയിലേക്ക് ക്ഷണിക്കാനുമായി ദൈവം ഓരോ സമൂഹത്തിലേക്കും പ്രവാചകന്മാരെ അയച്ചുകൊണ്ടിരുന്നു. നോഹ, അബ്രഹാം, മോശ, യേശു, അങ്ങനെ അവസാനം മുഹമ്മദ് നബി വരെ നീളുന്നൊരു ശൃംഖല. അതെ, ഒരു തുടർച്ച. അപ്പോൾ എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചത് ഒരേ അടിസ്ഥാന കാര്യമാണ്: ഏകദൈവത്തിലുള്ള വിശ്വാസവും അവനുള്ള സമർപ്പണവും, അതായത് ഇസ്ലാം. കൃത്യമായി ഓരോ പ്രവാചകനും വന്നത് മുൻപുള്ളവരുടെ സന്ദേശം സ്ഥിരീകരിക്കാനും കാലഘട്ടത്തിനനുസരിച്ച് നിയമങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്താനുമായിരുന്നു. പക്ഷേ അടിസ്ഥാന വിശ്വാസം എപ്പോഴും ഒന്നുതന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിന്റെ കാഴ്ചപ്പാടിൽ ഇസ്ലാം എന്നത് മുഹമ്മദ് നബി സ്ഥാപിച്ച ഒരു പുതിയ മതമല്ല. അല്ല, മറിച്ച് ആദം മുതൽ എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ച മനുഷ്യരാശിയുടെ ആദിമ മതമാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങളൊന്ന് ക്രോഡീകരിച്ചാൽ, ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന ആശയം ഒരു ശൃംഖല പോലെയാണ്. പ്രപഞ്ച നിയമങ്ങൾക്ക് കീഴടങ്ങുക എന്ന ഇസ്ലാമിന്റെ വിശാലമായ അർത്ഥത്തിൽ തുടങ്ങി, ആ കീഴടങ്ങൽ മനുഷ്യന്റെ കാര്യത്തിൽ അവന്റെ തിരഞ്ഞെടുപ്പിലൂടെ പൂർണ്ണമാകണമെങ്കിൽ അറിവിൽ അധിഷ്ഠിതമായ വിശ്വാസം, അതായത് ഈമാൻ, ആവശ്യമാണ്. ആ ശരിയായ അറിവ് ലഭിക്കുന്നതോ പ്രവാചകന്മാരിലൂടെയും. ഇങ്ങനെ ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ട് കിടക്കുന്നൊരു യുക്തിയാണ് ഇതിലുള്ളത്. വളരെ ശരിയാണ്. ഇതൊരു പുതിയ മതമായിട്ടല്ല, മറിച്ച് മനുഷ്യന്റെയും പ്രപഞ്ചത്തിന്റെയും അടിസ്ഥാന പ്രകൃതിയാണെന്നും ആ പ്രകൃതിയെക്കുറിച്ച് മനുഷ്യനെ ഓർമ്മപ്പെടുത്താനാണ് പ്രവാചകന്മാർ വന്നതെന്നുമാണ് ഈ ഗ്രന്ഥത്തിന്റെ കാതൽ. ആന്തരികമായ പ്രകൃതിയും പുറമേ നിന്നുള്ള സന്ദേശവും ഒന്നാകുമ്പോൾ ജീവിതം സമാധാനപൂർണമാകുന്നു. അതെ, അതാണിതിലെ അവസാന വാദം. ശരി, ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ചോദ്യത്തോടെ നമുക്ക് അവസാനിപ്പിക്കാം. പുസ്തകത്തിൽ ഉപയോഗിച്ചൊരു ഉദാഹരണം നമ്മൾ നേരത്തെ സംസാരിച്ചു. വൈദ്യശാസ്ത്രത്തിലോ നിയമത്തിലോ ഉള്ള ഒരു വിദഗ്ധനെ അവരുടെ പ്രവർത്തനങ്ങളുടെ എല്ലാ സൂക്ഷ്മമായ വിശദാംശങ്ങളും നമുക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും നമ്മൾ അവരുടെ വൈദഗ്ധ്യത്തിൽ വിശ്വസിക്കാറുണ്ട്. അതുപോലെ ഒരു പ്രവാചകന്റെ സത്യസന്ധത ബോധ്യപ്പെട്ടാൽ അദ്ദേഹം പറയുന്ന നമ്മുടെ യുക്തിക്ക് അതീതമായ കാര്യങ്ങളിലും സമാനമായ ഒരു വിശ്വാസം അർപ്പിക്കേണ്ടതുണ്ടെന്ന് ഗ്രന്ഥകർത്താവ് വാദിക്കുന്നു. ഇത് നിങ്ങൾക്കായി ഒരു ചോദ്യം ഉയർത്തുന്നു. എല്ലാം ചോദ്യം ചെയ്യാനും തെളിവുകൾ ആവശ്യപ്പെടാനും പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഇന്നത്തെ കാലത്ത് അറിവ് നേടുന്നതിൽ, അത് ശാസ്ത്രീയമായാലും ആത്മീയമായാലും, വിശ്വാസത്തിന്റെ പങ്കും അതിന്റെ പരിധിയും എന്തായിരിക്കണം?